രാജ്യങ്ങൾ തോറ്റുമടങ്ങിയ റഷ്യ ഉക്രൈൻ യുദ്ധം ലോകത്തെ ഒന്നടങ്കം സങ്കടത്തിലാഴ്ത്തിയ, ഞെട്ടിപ്പിച്ച, ഭീതിയിൽ കടന്നുപോയ ദിനങ്ങൾ. ഇതിനെല്ലാം പരിസമാപ്തിയിലേക്ക് നയിക്കാൻ നരേന്ദ്രമോദി എത്തുകയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം ആ നിർണായക നീക്കത്തിനായി കീവിലേക്ക് എത്തിയിരിക്കുന്നു. റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ നിരവധി നിരപരാധികളുടെ ജീവൻ നഷ്ടപ്പെട്ടപ്പോൾ മുഴുവൻ മനുഷ്യരാശിക്കും അത് വലിയ വെല്ലുവിളിയാണ് സൃഷ്ടിച്ചത്. അതുകൊണ്ടാണ് യുദ്ധം ഒരു പ്രശ്നത്തിനും പരിഹാരമല്ലെന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഇന്ത്യ ഇതിനായി മുന്നിട്ടിറങ്ങുന്നത് എന്ന് പറയാം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓഗസ്റ്റ് 22-ന് പോളിഷ് കൗൺസിലർ ഡൊണാൾഡ് ടസ്കുമായി വാർസോയിൽ നടത്തിയ ചർച്ചയിൽ പറഞ്ഞ വാക്കുകളാണിത്. ഈ പരാമർശങ്ങളോടെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്റെ പോളണ്ട് സന്ദർശനം പൂർത്തിയാക്കി ട്രെയിൻ വഴി ഉക്രൈനിലേക്ക് പോയത്. ലോകത്തെ ഞെട്ടിച്ച റഷ്യ ഉക്രൈൻ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടതിന് പിന്നാലെ ആദ്യമായിട്ടാണ് ഇന്ത്യ ഉക്രൈൻ സന്ദർശനം നടത്തുന്നത്. യുദ്ധത്തിൽ തകർന്ന രാജ്യത്തേക്ക് മോദി കാലെടുത്തു വെക്കുമ്പോൾ ലോകരാജ്യങ്ങൾ ഉറ്റുനോക്കുന്നത് മോദി സെലൻസ്കി കൂടിക്കാഴ്ചയാണ്. കാരണം റഷ്യയ്ക്കും ഉക്രൈനും ഇടയിൽ സന്ധി ചർച്ച ചെയ്യാൻ കഴിവും ശക്തിയുമുള്ള രാജ്യം കൂടിയാണ് ഇന്ത്യ എന്ന് പറയുന്നത്. ഒരു മാസം മുൻപ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെ സന്ദർശനം നടത്തിയ ശേഷമാണ് മോദി കീവിലെത്തുന്നത് എന്നതും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പുടിൻ മോദി കൂടിക്കാഴ്ചയെ ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി അടക്കം നിശബ്ദമായി വിമർശിക്കുകയും ചെയ്തിരുന്നു. പാശ്ചാത്യ ലോകത്ത് നിന്ന് പോലും മോദിക്കെതിരെ മോസ്കോ സന്ദർശനത്തിൽ വിമർശനങ്ങൾ ഉയർന്നു വരുന്നതാണ് നമ്മൾ കണ്ടത്. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം ലോകത്തിലെ ഏറ്റവും വലിയ കുറ്റവാളിയെ ആലിംഗനം ചെയ്യുന്നത് നിരാശാജനകമെന്നായിരുന്നു സെലൻസ്കിയുടെ പ്രതികരണം. മോദിയും പുടിനും കണ്ടുമുട്ടിയ അതേ ദിവസമായിരുന്നു റഷ്യൻ സൈന്യം ഉക്രൈനിലുടനീളം മിസൈൽ ആക്രമണം നടത്തിയത് എന്നതും ശ്രദ്ധിക്കേണ്ടതാണ്. അതിൽ കുട്ടികൾ ഉൾപ്പെടെ 42 പേരാണ് കൊല്ലപ്പെട്ടത്. റഷ്യയിലെ കുർസിക്കയിൽ അടുത്തിടെ ഉക്രൈൻ നുഴഞ്ഞുകയറ്റം നടത്തിയിട്ടുണ്ട്. കീവിന്റെ പുതിയ നടപടി റഷ്യയ്ക്ക് വലിയ തിരിച്ചടിയാണെന്നായിരുന്നു പുറത്തുവന്ന വാർത്തകളിലെല്ലാം പറഞ്ഞത്. ഉക്രൈന്റെ തിരിച്ചടി വ്ളാഡിമിർ പുടിനെ പിടിച്ചുകുലുക്കിയെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരടക്കം വിലയിരുത്തിയത്. ഇത്തരമൊരു ഘട്ടത്തിൽ റഷ്യയുടെ സർവാധികാരിക്ക് സമാധാന ചർച്ചയിലേക്ക് വരാൻ മടിയുണ്ടാകുമെന്നത് തീർച്ചയാണ്. റഷ്യയുടെ വിദേശകാര്യമന്ത്രി പോലും കീവുമായി യാതൊരു ചർച്ചയ്ക്കും തയ്യാറാകില്ല എന്ന് അറിയിച്ചിട്ടുള്ളതാണ്. ഈ സാഹചര്യത്തിലാണ് യുദ്ധത്തോടെ എന്നും വിമുഖത കാണിക്കുന്ന ഇന്ത്യയുടെ കടന്നുവരവും ചർച്ചകളും പ്രാധാന്യം അർഹിക്കുന്നതും. യുദ്ധം കൊടുമ്പിരി കൊള്ളുന്ന ഘട്ടത്തിൽ ഇരു കൂട്ടരെയും ഇരുത്തി ഒരു സംഭാഷണം നടത്തുക എന്നത് വളരെ പ്രയാസകരമായ കാര്യം തന്നെയാണ്. ഈ ഘട്ടത്തിലാണ് മോദിയുടെ കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. പുടിനെയും സെലൻസ്കിയെയും ചർച്ചയിലേക്ക് എത്തിക്കാൻ കഴിവുള്ള ഒറ്റ നേതാവ് മാത്രമേ ഇന്ന് ലോകത്തുള്ളൂ. അത് നരേന്ദ്രമോദിയാണ്. ലോകം ഇങ്ങനെയാണ് വിശ്വസിക്കുന്നത്. ഇന്ത്യയും പുടിനും റഷ്യയുമായി തുടരുന്ന സൗഹൃദ അന്തരീക്ഷം തന്നെയാണ് ഇതിനു പിന്നിലെ പ്രധാന കാരണമായി കാണുന്നത്. കഴിഞ്ഞ മാസം മോദി പുടിൻ കൂടിക്കാഴ്ച ഇരു രാജ്യങ്ങളുടെയും നയതന്ത്ര ബന്ധങ്ങളെ ഊട്ടിയുറപ്പിക്കുക, വ്യാപാര ബന്ധങ്ങൾക്ക് ശക്തി പകരുകയും ചെയ്തിട്ടുണ്ട് എന്ന് നമുക്ക് പറയാം. മോസ്കോയിൽ നിന്ന് വലിയ തോതിൽ എണ്ണ വാങ്ങുന്ന രാജ്യം കൂടിയാണ് ഇന്ത്യ. മാത്രവുമല്ല, ചരിത്രപരമായും റഷ്യയോട് മികച്ച അടുപ്പമാണ് ഇന്ത്യ പുലർത്തിയിട്ടുള്ളത്. ശീതയുദ്ധാനന്തരം മികച്ച പ്രതിരോധ ബന്ധങ്ങളും ഇരു രാജ്യങ്ങൾക്കും ഇടയിലുണ്ട്. അതേസമയം റഷ്യ ഉക്രൈൻ യുദ്ധവുമായി ബന്ധപ്പെട്ട സംഭാഷണവും ചർച്ചയും മാത്രമാണ് ഏക പോംവഴിയെന്നും ഇത് യുദ്ധകാലമല്ലെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി യുദ്ധത്തിലുടനീളം നിരന്തരം ആവർത്തിച്ചു പറയുന്നത് നമ്മൾ കേട്ടതാണ്. സമാധാനം പുനഃസ്ഥാപിക്കുന്നതിന് ആവശ്യമായ കാര്യങ്ങൾക്ക് ഇന്ത്യ മുൻനിരയിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് അദ്ദേഹം അന്നും ഇന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പ്രധാനമന്ത്രി ഡൊണാൾഡ് ടസ്കുമായി നടത്തിയ ചർച്ചയിൽ ഉക്രൈൻ ജനതയുടെ ജീവിതത്തിൽ സമാധാനവും സ്ഥിരതയും കൈവരാൻ വേണ്ട നടപടികൾ എടുക്കാൻ സാധ്യമായ എല്ലാ പിന്തുണയും ഇന്ത്യ നൽകാൻ തയ്യാറാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞിരുന്നു. ഇതിനായി ലോകരാജ്യങ്ങളുമായിട്ടുള്ള ഇന്ത്യയുടെ സൗഹൃദം പ്രയോജനപ്പെടുത്താമെന്നായിരുന്നു നരേന്ദ്രമോദി എന്ന് പറഞ്ഞു വെച്ചത്. ഈ വാക്കുകളാണ് ലോക സമാധാനത്തിനു വേണ്ടി ഇന്ത്യ മുൻനിരയിൽ തന്നെ നിലയുറപ്പിക്കുമെന്ന പ്രതീക്ഷ നൽകിയത്. ഉക്രൈനിലേക്കുള്ള യാത്രയ്ക്ക് തൊട്ടു മുൻപ് വരെ യുദ്ധത്തിന്റെ സമാധാനപരമായ പരിസമാപ്തിയെ കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ തുറന്നു പറയുകയായിരുന്നു നരേന്ദ്രമോദി എന്നതും ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോഴും മോദിയുടെ ഉക്രൈൻ യാത്ര അന്താരാഷ്ട്ര തലത്തിൽ ഒരു മാറ്റവും ഉണ്ടാക്കില്ലെന്ന വാദവും ഉയർന്നു വരുന്നുണ്ട് എന്നതാണ് മറ്റൊരു കാര്യം. സന്ദർശനത്തിൽ കാര്യമായി ഒന്നും പ്രതീക്ഷിക്കാനാകില്ലെന്നും പലരുടെയും നിരീക്ഷണം പറഞ്ഞു വെക്കുന്നുണ്ട്. അതേസമയം റഷ്യയുമായി ഇന്ത്യ പുലർത്തുന്ന മികച്ച ബന്ധം എങ്ങനെയാണ് ഇരു രാജ്യങ്ങൾക്കും ഇടയിലെ ഒരു മധ്യസ്ഥതയിലേക്ക് ഇന്ത്യയെ നയിക്കുക എന്ന പ്രസക്തമായ ചോദ്യവും ഇവിടെ ഉയർന്നു വരുന്നുണ്ട്. അതേസമയം റഷ്യയ്ക്കും ഉക്രൈനും ഇടയിലെ ജാലകമായി പ്രവർത്തിക്കാൻ ഇന്ത്യക്ക് കഴിയുമെന്ന നിരീക്ഷണവും പുറത്തു വരുന്നുണ്ട്. മോസ്കോയിലും കീവിനും ഇടയിൽ സന്ദേശങ്ങൾ കൈമാറുന്നതിനുള്ള ഒരു വഴിയായി ഇന്ത്യക്ക് പ്രവർത്തിക്കാനാകുമെന്നും റഷ്യയുമായി മികച്ച അടുപ്പമുള്ളത് കൊണ്ട് തന്നെ മറ്റ് പാശ്ചാത്യ രാജ്യങ്ങളെക്കാൾ ഇന്ത്യക്കെതിൽ പ്രവർത്തിക്കാൻ കഴിയുമെന്നും തന്നെയാണ് ഇന്ത്യയുടെ ഉറച്ച വിശ്വാസം എന്ന് പറയുന്നത്. ഒപ്പം തന്നെ മോദിയുടെ സന്ദർശനത്തിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് യുദ്ധം അവസാനിപ്പിക്കലും സമാധാന ശ്രമവും മാത്രമാണെന്നും കരുതാൻ കഴിയുന്നതല്ല. മറ്റു ചില ഗൂഢലക്ഷ്യങ്ങളും അതിനു പിന്നിലുണ്ട് എന്നതാണ് വാസ്തവം. അത് എന്തൊക്കെയാണ് എന്നുകൂടി പറയാം. പ്രധാനമന്ത്രി മോദിക്കും ഇന്ത്യക്കും ഈ സന്ദർശനം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഇന്ത്യയുടെ നയതന്ത്രത്തിന്റെ ഭാഗമായി കൂടിയാണ് ഈ സന്ദർശനം എന്ന് നമുക്ക് പറയാം. ലോകരാജ്യങ്ങൾ റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ ഒരു ഭാഗത്ത് നിലയുറപ്പിക്കുമ്പോൾ വിശ്വസമാധാനത്തിന്റെ മുഖമായി മാറാനാണ് നരേന്ദ്രമോദിയുടെ രംഗപ്രവേശനം എന്ന് നമുക്ക് പറയേണ്ടതുണ്ട്.
ഇന്ത്യ ഇതിൽ ഒരു രാജ്യത്തിന്റെ കൂടെയില്ലെന്നും ഇരു രാജ്യങ്ങൾക്കും ഒപ്പമാണെന്നും കാണിക്കാനുള്ള തന്ത്രം കൂടിയായി വേണം നമുക്ക് ഈ കൂടിക്കാഴ്ചയെ വിലയിരുത്താൻ. മാത്രവുമല്ല, ഈ നീക്കത്തിന്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ മാസം നരേന്ദ്രമോദി റഷ്യ സന്ദർശനം നടത്തി പുടിനുമായുള്ള ബന്ധം ഊട്ടിയുറപ്പിച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. മോസ്കോക്കാർക്ക് ശേഷം കീവിലെത്തുമ്പോൾ യുക്രൈനുമായി ഭാവിയിൽ സൃഷ്ടിക്കാൻ പോകുന്ന വാണിജ്യ വ്യാപാര ബന്ധത്തിനും ഈ സന്ദർശനം അടിവരയിടും. ഇന്ത്യ ഉക്രൈനിയൻ ധാന്യങ്ങളും കാർഷികോൽപ്പന്നങ്ങളും ഇറക്കുമതി ചെയ്യുന്ന രാജ്യമാണ്. സന്ദർശനം കഴിയുന്നതോടെ ഇരു രാജ്യങ്ങളും ഇടയിലെ ഈ വാണിജ്യ ബന്ധം കൂടുതൽ ദൃഢമാകാനും സഹായിക്കുന്നതായിരിക്കും. ഇതിനു പുറമെ ഇന്ത്യൻ നാവിക കപ്പൽ നിർമ്മാണത്തിനാവശ്യമായ അസംസ്കൃത വസ്തുക്കൾക്കായി ഉക്രൈനുമായുള്ള ഒരു മികച്ച ബന്ധം തന്നെ തുടരേണ്ടത് ഇന്ത്യയുടെ മാത്രം ആവശ്യകതയാണ്. നിരവധി ഇന്ത്യൻ നാവിക കപ്പലുകൾ ഇന്നും ആശ്രയിക്കുന്നത് ഉക്രൈൻ എഞ്ചിനുകളെയും സ്പെയർ പാർട്സുകളെയും മാത്രമാണെന്നതാണ് വസ്തുത. അതേസമയം നരേന്ദ്രമോദി മറ്റൊരു ഔദ്യോഗിക പ്രഖ്യാപനം കൂടി നടത്തിയിട്ടുണ്ട് എന്നത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. വർഷങ്ങളായി ഇന്ത്യ പിന്തുടരുന്ന ചേരിചേരാ നയം തിരുത്തുകയാണെന്നായിരുന്നു ആ പ്രഖ്യാപനം. അകലം പാലിക്കുക എന്ന പതിറ്റാണ്ടുകളായുള്ള ഇന്ത്യയുടെ നയത്തിൽ വലിയ മാറ്റം കൊണ്ടുവരാനായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത്. എല്ലാ രാജ്യങ്ങളുമായും അടുത്ത ബന്ധം പുലർത്തുകയെന്നതാണ് ഇന്നത്തെ ഇന്ത്യയുടെ നയമെന്നും നരേന്ദ്രമോദി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. പോളണ്ടിൽ ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി ഈ പരാമർശം നടത്തിയത്.